G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ പുരാതനവും പ്രാധാന്യമേറിയതുമായ നിരവധി ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇന്നും നമ്മളിൽ പലർക്കും പരിചിതമല്ല. അത്തരം ദൈവിക ഇടങ്ങളിലെ ചരിത്രവും വിശ്വാസങ്ങളും ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോ. എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്താക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ പ്രഭാസത്തിക സമേതനായ ധർമ്മശാസ്താവാണെങ്കിലും തുല്യ പ്രാധാന്യത്തോടെ സുബ്രഹ്മണ്യ സ്വാമിയും ഇവിടെ കുടികൊള്ളുന്നു. ഉപദേവതകളായി ശിവൻ, വിഷ്ണു, ഗണപതി, ദുർഗ, ഭദ്രകാളി, ശ്രീകൃഷ്ണൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി, യോഗീശ്വരൻ എന്നിവരും ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു. പിതൃതർപ്പണത്തിന് അത്യന്തം പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി നീണ്ടു നിവർന്നു കിടക്കുന്ന അറബിക്കടലിൽ തന്നെയാണ് ബലിതർപ്പണം നടത്തുന്നത്. സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. വൃശ്ചിക മാസത്തിലെ ഉത്രം നാളിൽ ആറാട്ട് നടക്കുന്നതായി 10 ദിവസത്തെ ഉത്സവം ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമാണ്. കൂടാതെ മീനമാസത്തിലെ പൈങ്കുനി ഉത്രം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി, മകരമാസത്തിലെ തൈപ്പൂയം എന്നിവയും പ്രധാന വിശേഷ ദിവസങ്ങളാണ്. 301 നമ്പർ അയ്യപ്പ സേവാ സംഘമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. പരശുരാമനാണ് തൃക്കുന്നപ്പുഴ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചതെന്ന് ഐതിഹ്യം പറയുന്നു. ക്ഷത്രിയ നിഗ്രഹത്തിൻ്റെ പാപമോചനാർത്ഥം കേരള ഭൂമി സൃഷ്ടിച്ച ശേഷം 64 ഗ്രാമങ്ങളായി വിഭജിച്ച അദ്ദേഹം അവിടങ്ങളിൽ ശിവക്ഷേത്രങ്ങളും ദുർഗാലയങ്ങളും ശാസ്താക്ഷേത്രങ്ങളും സ്ഥാപിച്ചു. അന്നത്തെ ശ്രീമൂലവാസം എന്നറിയപ്പെട്ട തൃക്കുന്നപ്പുഴയിൽ കടൽക്കരയിൽ പ്രതിഷ്ഠിച്ച ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ഇതിൻ്റെ മൂലസ്ഥാനം. കാലക്രമത്തിൽ ക്ഷേത്രം തകർന്നു വീണ് വിഗ്രഹം കടലിനടിയിലായി. പിന്നീട് കടൽ പിന്മാറിയപ്പോൾ വിഗ്രഹം കരയിൽ ലഭിക്കുകയും ഭക്തർ അത് സംരക്ഷിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ചേരമാൻ പെരുമാൾ യാത്രക്കിടയിൽ ഈ പ്രദേശം സന്ദർശിക്കാനിടയായത്. വടക്കോട്ടൊഴുകുന്ന നദിക്കരയിലെ കൊന്നമരച്ചുവട്ടിൽ വിശ്രമിച്ച പെരുമാൾ നാട്ടുകാരുടെ അപേക്ഷ കേട്ട് ശാസ്താവിന് ഒരു ഭവ്യമായ ക്ഷേത്രം പണിയാൻ കൽപ്പന നൽകുകയായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി പുതിയ ക്ഷേത്രം പണിതുയർത്തി ആഘോഷപൂർവ്വം വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ആരാധനാക്രമങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു. ശ്രീമൂലവാസം എന്ന നാമം പിന്നീട് തിരുക്കൊന്നപ്പുഴയായി കാലക്രമത്തിൽ അത് ലോപിച്ച് തൃക്കുന്നപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുവാനും തുടങ്ങി. നിത്യേന 5 പൂജകൾ 3 ശിവേലികളും നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ പുലർച്ചെ 4:30 തന്നെ 7 തവണ ശംഖുവിളിയോടെയാണ് പള്ളിയുണർത്തൽ. തുടർന്ന് 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം ആരംഭിക്കുന്നു. അഭിഷേകങ്ങൾക്ക് ശേഷം മലർ, ശർക്കര, കദളിപ്പഴം എന്നിവയാണ് ആദ്യ നിവേദ്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരം ക്ഷേത്രവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.